എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്നത്തെ ഭാഗവത ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് എടുക്കുന്നത് നമ്മുടെ ഭാഗവതാചാര്യൻ ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 7-ാം അധ്യായം 32-ാമത്തെ ശ്ലോകം വരെയാണ് ഇന്നലെ വിശദീകരിച്ചത്. ഇന്ന് 33-ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കുന്നു. നമസ്കാരം സർ. സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈവായനോ വിരഹകാതരേജുഹാവ ത്രേതി തന്മയതയാതരവോഭിനേതുസ്തം സർവഭൂതഹൃദയം മുനിമാനതസ്മി. ആദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. ചതുർത്ഥസ്കന്ധം 7-ാം അധ്യായം ശ്ലോകം 33. പത്ന്യഃ ഊചു. സുദീർഘമായ സ്തുതികളാണ്. അവിടെ യജ്ഞത്തിൽ പങ്കെടുത്ത് എല്ലാവരും ശിവനെ സ്തുതിക്കുകയാണ്. കാരണം എല്ലാവരാലും അധിക്ഷേപിക്കപ്പെട്ടവനായി തീർന്നു പരമശിവൻ എന്നൊരു ബോധം എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ആദരിക്കേണ്ട ആൾക്കാരെ എപ്പോഴെങ്കിലും അധിക്ഷേപിക്കേണ്ട വന്നാൽ അതിന് പ്രായശ്ചിത്തം അവരെ സ്തുതിക്കുക, അല്ല വേറെ വഴിയില്ല. അതുകൊണ്ട് അതിൽ പങ്കെടുത്ത എല്ലാവരും സ്തുതിക്കുകയാണ് പരമശിവൻ. അതുകൊണ്ടാണ് സുദീർഘമായ സ്തുതി വരാൻ കാരണം. അപ്പോൾ നമ്മൾക്കും ഇങ്ങനെ സംഭവിക്കാം ചിലപ്പോൾ. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? ആ അദ്ദേഹത്തെ സ്തുതിക്കുക, പാടി പുകഴ്ത്തുക. ഇത് ചെയ്താൽ നിന്ദിച്ചതിൻ്റെ പ്രായശ്ചിത്തം ഇതായിട്ട് തീരും. സ്തുതികളൊക്കെ പ്രായശ്ചിത്തങ്ങളാണ്. അതുകൊണ്ട് ഓരോരുത്തരെ കൊണ്ടും ആ യജ്ഞത്തിൽ പങ്കെടുത്ത ഒത്തിരി പേരുണ്ട്, അവരെ എല്ലാവരെ കൊണ്ടും വ്യാസൻ ഒന്ന് സ്തുതിപ്പിക്കുകയാണ്. ഓരോ ശ്ലോകമുള്ളെങ്കിൽ പോലും സ്തുതിച്ചു കഴിയുമ്പോൾ അവരുടെ മനസ്സിൽ ഇതുവരെ ഉണ്ടായിരുന്ന നിന്ദിക്കണമെന്ന് വിചാരിച്ചല്ലെങ്കിൽ പോലും ആ സാഹചര്യത്തിൽ പരമശിവനെ നിന്ദിക്കുകയോ യജ്ഞത്തിൻ്റെ വിധ്വംസത്തിന് കൂട്ടുനിൽക്കുകയോ ചെയ്തു എന്നുള്ളത് എല്ലാം കൊണ്ടും ഒരു പാപമാണ്. അതിനെ ക്ഷയിപ്പിക്കാൻ സ്തുതിയാണ് പറ്റിയ ഉപായം. അതുകൊണ്ടാണ് ഈ സ്തുതി ഇങ്ങനെ നീണ്ടുപോകാൻ കാരണം. പത്ന്യ ഊചുഹു, യജമാന പത്നിമാർ. യജമാനന്റെ കഴിഞ്ഞു, ഇനിയും അവിടെ പത്നിമാർ. യജ്ഞോയം തപയജനായ കേന സൃഷ്ടോ വിധ്വസ്ത പശുപതിനദ്യദക്ഷഗോപാൻ തം നസ്തും ശവശയന ശയനാഭശാന്തമേധം യജ്ഞാത്മൻ നളിനരുചാദിശാപുനീഹി. യജ്ഞോയം തവ യജനായ, അയം യജ്ഞ തവ യജനായ. ഈ യജ്ഞം അങ്ങയെ പൂജിക്കാൻ വേണ്ടിയാണ് തുടങ്ങിയത്. തവ യജനായ കേന സൃഷ്ടോ, പ്രജാപതിയായ ദക്ഷനാൽ സൃഷ്ട തുടങ്ങി വെച്ചത് എല്ലാ ദേവന്മാരെയും പൂജിക്കാൻ ആഗ്രഹിച്ചു കൊണ്ടാണ്. യജ്ഞോയം തവ യജനായ കേന സൃഷ്ട. കേന എന്ന് വെച്ചാൽ ദക്ഷന. വിധ്വസ്ത പശുപതിനാദ്യ ദക്ഷഗോപാൽ. ആ യജ്ഞം വിധ്വസ്തമായി നശിപ്പിക്കപ്പെട്ടു. പശുപതിന പരമശിവന്റെ ശക്തി ആവേശിച്ച വീരഭദ്രാദികളാൽ, നന്ദിയേശ്വരാദികളാൽ, ദക്ഷകോപാത് ദക്ഷനോടുള്ള കോപം കൊണ്ടാണ് ഈ പശുപതിയായ ശിവനാൽ ഈ യജ്ഞം നശിപ്പിക്കപ്പെട്ടത്. ഇപ്പോൾ ഈ യജ്ഞശാല തം അതിനെ നഹത്വം ഞങ്ങൾക്ക് അങ്ങ് ശവശയനാഭശാന്തമേധം, ശവശയന ആഭ ശ്മശാനത്തിന് തുല്യമാണ്. ശവശയനം എന്ന് വെച്ചാൽ ശ്മശാനർത്ഥം, ശവത്തെ കൊണ്ട് കിടത്തുന്ന സ്ഥലം ദഹിപ്പിക്കാൻ വേണ്ടി. നമ്മളതിന് ശ്മശാനം എന്ന പേര് പറയാം. അതുകൊണ്ട് ശവശയനം എന്ന് വെച്ചാൽ ശ്മശാനം എന്നർത്ഥം പറയാം. ശ്മശാനത്തിൻ്റെ ആഭ ശോഭയോടെ
ശാന്തമേധം, ശാന്തമായ ഈ മേധം, ഈ യജ്ഞം ഇപ്പോ ഒരു ശ്മശാനം പോലെയായിരിക്കുക. യജ്ഞാത്മൻ, യജ്ഞസ്വരൂപനായ ഭഗവൻ നളിനച്ച ദിശ പുനീഹി ന, താമര പോലെ നീണ്ട കണ്ണുകളെ കൊണ്ട് നഹ ഞങ്ങളെ പുനീഹി പരിശുദ്ധമാക്കിയാൽ. ശ്മശാനം പോലെ കിടക്കുകയാണ് ഇപ്പോൾ ഈ യാഗവേദി. യാഗത്തിൽ നടത്തേണ്ടതായ കർമ്മങ്ങളൊന്നും വേണ്ട വിധത്തിൽ നടന്നിട്ടില്ല. അതുകൊണ്ട് താമരദള നേത്രനായ അങ്ങയുടെ കടാക്ഷം കൊണ്ട് ഞങ്ങളെയും യജ്ഞത്തെയും പരിശുദ്ധമാക്കാൻ കാരുണ്യമുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. യജ്ഞോയം തവയജനായ കേന സൃഷ്ടോ വിധ്വസ്ത പശുപതിനദ്യദക്ഷകോപാത് തം നസ്തും ശവശയനോ ശയനാഭശാന്തമേധം യജ്ഞാത്മൻ നളിനരുചാ ദിശാ പുനീഹി. അയം യജ്ഞഃ തവ യജനായ കേന സൃഷ്ടഃ അദ്യ ദക്ഷകോപാത് പശുപതിന വിധ്വസ്തഃ തം ശവശയന ആഭശാന്തമേധം ഹേ യജ്ഞാത്മൻ നളിനരുച ദൃശാ ത്വം ന പുനീഹി. യജ്ഞോയം തപയജനായ കേന സൃഷ്ടോ വിധ്വസ്ത പശുപതിനദ്യദക്ഷകോപാത് തം നസ്തും ശവശയനാഭശാന്തമേധം യജ്ഞാത്മൻ നളിനരുചാ ദിശാ പുനീഹി. യജ്ഞോയം തപയജനായ കേന സൃഷ്ടോ വിധ്വസ്ത പശുപതിനദ്യദക്ഷകോപാത് തം നസ്തും ശവശയനാഭശാന്തമേധം യജ്ഞാത്മൻ നളിനരുചാ ദിശാ പുനീഹി. ഋഷയ ഊചു, ഋഷിമാരാണ്. അനന്വിതം തേ ഭഗവൻ വിചേഷ്ടിതം യദാത്മനാചരഭിഃ കർമ്മ നാജ്യഫേ വിഭൂതയെ യത ഉപഫേദുരീശ്വരീം ന മന്യതേ സ്വയമനുവർത്തതിം ഭവാൻ. അനന്വിതം, യോജിക്കാത്തതാണ്, അന്വയിക്കാൻ പറ്റാത്തതാണ്. ഹേ ഭഗവൻ, തേ വിചേഷ്ടിതം അനന്വിതം, അങ്ങയുടെ പ്രവർത്തികൾ അന്വയിക്കാൻ പറ്റാത്തതാണ്, യോജിക്കാൻ പറ്റാത്തതാണ്, ചേർച്ചയില്ലാത്തതാണ്, ലോകരീതിക്ക് ചേർച്ചയില്ലാത്തതാണ്, ലോകവിലക്ഷണമാണ്, അത്ഭുതാവഹമാണ്. ഇത് ആത്മനാചരഭിഃ കർമ്മ നാജ്യഫി, എന്തെന്നാൽ ആത്മന കർമ്മ ആചരഫി ന അജ്യഫി, തൻ്റെ ആത്മാവ് കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നു, പക്ഷേ ന ആജ്യഫി, ഇതൊന്നും അങ്ങനെ ബാധിക്കത്തില്ല. ആജ്യഫി ബാധിക്കുക, ന ആജ്യഫി ബാധിക്കുന്നില്ല. ഏത് ആത്മനാഹി കർമ്മചരഫി ന ആജ്യഫി, ആത്മാവ് കൊണ്ട് കർമ്മം ചെയ്യുന്നു, പക്ഷെ ഒരു കർമ്മത്തോടും കർമ്മഫലത്തോടും അങ്ങേക്ക് ചേർച്ചയില്ല. വിഭൂതയെ യഥ ഉപഫേദുഹു ഈശ്വരി, യതഃ യാതൊരു ഭഗവതിയെ, ഈശ്വരീം ഭഗവതിയെ, വിഭൂതയെ ഐശ്വര്യത്തിനായിക്കൊണ്ട് ഉപഫേദുഹു ജനങ്ങൾ പ്രാപിക്കുന്നുവോ ഭജിക്കുന്നുവോ, വിഭൂതയെ യഥ ഉപഫേദുരീശ്വരീം ന മന്യതേ സ്വയം അനുവർത്തതി ഭവാൻ, അങ്ങ് സ്വയം അനുവർത്തതിയും താനെ തന്നെ ആശ്രയിക്കുന്ന ആ ദേവിയെ അങ്ങ് ന മന്യതേ ഗണിക്കുന്നില്ല, പരിഗണിക്കുന്നില്ല. അങ്ങ് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഈ കർമ്മത്തിന്റെ ഫലമായി വരുന്ന പുണ്യപാപങ്ങൾ അങ്ങയെ ബാധിക്കത്തില്ല, പക്ഷെ നമ്മളിതൊക്കെ ബാധിക്കും. അതുകൊണ്ടാണ് അങ്ങ് നിർലേപനാണ്, ഇതൊന്നും അങ്ങയെ ബാധിക്കത്തില്ല.
എന്താണ് കാരണം എന്ന് ചിന്തിച്ചാൽ, ഐശ്വര്യാദികളായ ലാഭത്തെ ഉദ്ദേശിച്ചിട്ട് ആരാണോ ലക്ഷ്മി ഭഗവതിയെ നിരന്തരമായും ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത്, അങ്ങാകട്ടെ ആ ലക്ഷ്മി ദേവിയെ ആഗ്രഹിക്കുന്നുമില്ല. നിരപേക്ഷനാണ്, നിർലേപനാണ് അങ്ങ്. നമാം കർമാണി ലിംബന്തി നമ്മെ കർമ്മഫലേ സ്പൃഹ എന്ന് പറയും ഗീത. കർമ്മങ്ങൾ എന്നെ പൊതിയില്ല, എനിക്ക് കർമ്മഫലത്തിൽ ആഗ്രഹവുമില്ല. എന്നാൽ അതുകൊണ്ട് ഞാൻ കർമ്മങ്ങൾ ചെയ്യും, പക്ഷെ കർമ്മങ്ങൾ എന്നെ ബാധിക്കും. നമ്മൾ എന്ത് കർമ്മം ചെയ്താലും നമ്മളെ ബാധിക്കും, ഒട്ടും അത്. അങ്ങ് ഇതൊന്നും ബാധിക്കാറില്ല. പക്ഷെ അങ്ങ് എന്ത് ചെയ്യുന്നുണ്ട്? ലോകത്തിന് ക്ഷേമകരമായ കർമ്മങ്ങൾ ധാരാളം ചെയ്തുകൊണ്ടുമിരിക്കുന്നു. എല്ലാവരും ലക്ഷ്മി ദേവിയെ ആശ്രയിച്ച് ഉപാസിച്ച് കഴിയുന്നു, അങ്ങ് മാത്രം ആ ലക്ഷ്മി ദേവിയെ പരിഗണിക്കുന്നില്ല. അപ്പം എല്ലാവിധ വിഭൂതികളും ഐശ്വര്യങ്ങളും അങ്ങയുടെ ഉടമസ്ഥതയിൽ നിലനിൽക്കുന്നത് കൊണ്ട് അങ്ങേക്ക് മറ്റൊന്നിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. നിരാശ്രയനാണ് അങ്ങ്. അങ്ങനെ കർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഇങ്ങനെ സഞ്ചരിക്കുന്നവനാണ് അങ്ങ് എന്ന്. ഈ കർമ്മം ചെയ്യുന്നവനാണെങ്കിലും കർമ്മത്തിന്റെ ഫലത്തെ ബാധിക്കാത്തവനാണ് എന്ന ആജ്യഫയെ ബാധിക്കത്തുള്ളൂ. ഇതാണ് പരമാത്മ സ്വരൂപത്തിന്റെ ഏറ്റവും വലിയ മഹത്വം. അനന്വിതം, അതാണ് ചേർച്ചയില്ലാത്തതാണ്. അനന്വിതം, കർമ്മം ചെയ്യുന്നുണ്ട്, ഫലം വരുന്നില്ല. നമുക്ക് കർമ്മം ചെയ്താൽ ഫലം കിട്ടണം, അല്ലെ ഒന്നും ചെയ്യില്ല. ഇതങ്ങനെയല്ല. അനന്വിതം തേ ഭഗവൻ വിചേഷ്ടിതം യദാത്മനാചരഫി കർമാഞ്ജഫേ വിഭൂതേ യഥ ഉപഭേദുരീശ്വരീം ന മന്യതേ സ്വയം അനുവർത്തതീം ഭവാൻ. ഹേ ഭഗവൻ, തേ വിചേഷ്ടിതം അനന്വിതം യത് ആത്മന കർമ്മചരഫി ന ആജ്യഫി യതഃ ഈശ്വരീം വിഭൂതേ ഉപഭേദു സ്വയം അനുവർത്തതീം ഭവാൻ ന മന്യതേ. അനന്വിതം തേ ഭഗവൻ വിചേഷ്ടിതം യദാത്മനാചരഫി കർമ്മനാജ്യഫേ വിഭൂതേ യഥ ഉപഭേദുരീശ്വരീം ന മന്യതേ സ്വയം അനുവർത്തതീം ഭവാൻ. അനന്വിതം തേ ഭഗവൻ വിചേഷ്ടിതം യദാത്മനാചരഫി കർമ്മനാജ്യഫേ വിഭൂതേ യഥ ഉപഭേദുരീശ്വരീം ന മന്യതേ സ്വയം അനുവർത്തതീം ഭവാൻ. സിദ്ധാഹ ഊചു, അടുത്ത സിദ്ധന്മാർ പറഞ്ഞു. അയം ത്വത്കഥാമൃഷ്ടപീയൂഷദ്യാം മനോവാരണക്ലേശതാവഗ്നിദഗ്ധാം ശാർത്തോവഗാഠോ ന സസ്മാരദാവം ന നിഷ്ക്രാമതി ബ്രഹ്മസമ്പന്നവന്ന. അയം ഇത് ത്വത്കഥാമൃഷ്ടപീയൂഷനദ്യാം, അങ്ങയുടെ കഥയാകുന്ന പീയൂഷം അമൃതനദിയിൽ, ത്വത്കഥാമൃഷ്ട അങ്ങയുടെ കഥയ കൊണ്ട് പരിശുദ്ധമായ, ആമൃഷ്ടമായ പരിശുദ്ധമാക്കിയ പീയൂഷനദ്യാം അമൃത നദിയിൽ, അമൃത സമുദ്രത്തിൽ മനോവാരണ ക്ലേശദാവാഗ്നിദഗ്ധ. മനോവാരണ ഞങ്ങളുടെ മനസ്സാകുന്ന ആന, വാരണം ആന, മനോവാരണം മനസ്സാകുന്ന ആന, ക്ലേശദാവാഗ്നിദഗ്ധ ദുഃഖങ്ങളാകുന്ന കാട്ടുതീയിൽ ദഹിച്ചുപോയിരിക്കുന്നു. ക്ലേശമാകുന്ന ദാവാഗ്നി കാട്ടുതീ, അതിൽ ദഗ്ധ ദഹിച്ചിരിക്കുന്നു. തൃഷാർത്തോ അവഗാഠോ, എന്താ തൃഷാർത്തനായിട്ട്, ദാഹം കൊണ്ട് പീഡിതനായിട്ട്, അവഗാഠ മുങ്ങുന്നു. ന സസ്മാരദാവം, കാട്ടുതീയെക്കുറിച്ച് ഓർമ്മിക്കുന്നുമില്ല. ന നിഷ്ക്രാമതി ബ്രഹ്മ സമ്പന്നവത് നഹ, ന നിഷ്ക്രാമതി അതിൽ നിന്ന് പുറത്ത് കടക്കുന്നുമില്ല. ബ്രഹ്മസമ്പന്നവത് ബ്രഹ്മാനന്ദത്തിൽ മുഴിയവൻ എന്ന പോലെ ന നിഷ്ക്രാമതി പുറത്തേക്ക് വരുന്നുമില്ല. ഇത് സിദ്ധന്മാരുടെ സ്തുതിയാണ്.
ക്ലേശദാവാഗ്നിദഗ്ധനായ ക്ലേശങ്ങളാകുന്ന ഈ ബാധ വഹിക്കാതെ വലഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ മനസ്സാകുന്ന ആന, ക്ലേശദാവാഗ്നിദഗ്ധ മനോവാരണ, ഞങ്ങളുടെ മനസ്സാകുന്ന ആന അങ്ങയുടെ കഥയാകുന്ന അമൃതപീയൂഷ നദിയിൽ അവഗാഠ മുങ്ങിയിരിക്കുന്നു എന്നർത്ഥം. ഞങ്ങളുടെ മനസ്സ് അങ്ങയുടെ കഥയാകുന്ന നദിയിൽ മുങ്ങിയിരിക്കുകയാണ്. ഏതുപോലെ എന്നാൽ പഞ്ചക്ലേശങ്ങളുടെ ബാധ സഹിക്കാതെ ദാഹം കൊണ്ട് വരഞ്ഞ് ഞങ്ങളുടെ മനസ്സാകുന്ന ആന അങ്ങയുടെ കഥയാകുന്ന പരിശുദ്ധമായ അമൃത നദിയിൽ പ്രവേശിച്ച് മുങ്ങുന്നതിനാൽ ബ്രഹ്മാനന്ദജ്ഞാനത്തിൽ മുങ്ങിയ പ്രതീതി ഞങ്ങൾക്കുണ്ടാകും. അപ്പോൾ ഞങ്ങൾ ഈ പ്രപഞ്ചത്തെ സ്മരിക്കില്ല, കാട്ടുതീയെ സ്മരിക്കത്തില്ല. അങ്ങയുടെ കഥയാകുന്ന അമൃത നദിയിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് കാട്ടുതീയെക്കുറിച്ചോ ഈ ജലത്തെക്കുറിച്ചോ പ്രപഞ്ചത്തെക്കുറിച്ചോ ഒരു ക്ലേശത്തെക്കുറിച്ച് ഞങ്ങൾ സ്മരിക്കില്ല. സസ്മാര ദാവം ഓർക്കില്ല. നിഷ്ക്രാമതി അതിന് പുറത്തു പോരത്തുമില്ല. അതിൽ തന്നെ വീണ്ടും വീണ്ടും കളിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള ഞങ്ങളോട് ബ്രഹ്മസമ്പന്നവത് ബ്രഹ്മാനന്ദത്തിൽ മുഴുകിയതുപോലെ ഇരിക്കുന്ന ഞങ്ങൾ പുറത്തേക്ക് വരില്ല. അങ്ങനെയുള്ള ഞങ്ങളുടെ എല്ലാ അപരാധവും അങ്ങ് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം സിദ്ധന്മാർ. അയം ത്വത്കഥാമൃഷ്ടപീയൂഷനദ്യാം മനോവാരണക്ലേശദാവഗ്നിദഗ്ധ തൃഷാർത്തോപഗാഠോ ന സസ്മാരദാവം ന നിഷ്ക്രാമതി ബ്രഹ്മസമ്പന്നവന്ന. ക്ലേശദാവഗ്നിദഗ്ധ തൃഷാർത്തഃ നഃ അയം മനോവാരണഃ ത്വത്കഥാമൃഷ്ട പീയൂഷനദ്യാം അവഗാഠ ദാവം ന സസ്മാര ബ്രഹ്മസമ്പന്നവത് ന നിഷ്ക്രാമതി. അയം ത്വത്കഥാമൃഷ്ടപീയൂഷനദ്യാം മനോവാരണക്ലേശദാവഗ്നിദഗ്ധ തൃഷാർത്തോപഗാഠോ ന സസ്മാരദാവം ന നിഷ്ക്രാമതി ബ്രഹ്മസമ്പന്നവന്ന. അയം ത്വത്കഥാമൃഷ്ടപീയൂഷനദ്യാം മനോവാരണക്ലേശദാവഗ്നിദഗ്ധ തൃഷാർത്തോപഗാഠോ ന സസ്മാരദാവം ന നിഷ്ക്രാമതി ബ്രഹ്മസമ്പന്നവന്ന. ഉവാച. യജമാനി പറയും, സ്വാഗതം തേ പ്രസീദേശതുഭ്യം നമാം ശ്രീനിവാസ ശ്രിയാകാന്തയാത്രാഹിന ത്വാമൃതേധീശനാം താങ്കേർമഖ ശോഭതേ ശീർഷഹീനക്കബന്ധോ യഥാ പൂരുഷാം. സ്വാഗതം തേ, അങ്ങേക്ക് സ്വാഗതവും. ഈശ പ്രസീദ, അല്ലയോ മഹാദേവ പ്രസാദിക്കൂ. തേ തുഭ്യം നമ, അങ്ങേക്ക് നമസ്കാരം. ശ്രീനിവാസശ്രിയ, ലക്ഷ്മീദേവിയുടെ വാസസ്ഥാനമായിരിക്കുന്നവൻ, ശ്രീയിൽ നിവസിക്കുന്നവൻ ശ്രീനിവാസൻ. ആ ശ്രീനിവാസ ശ്രീ കൊണ്ട് മഹാവിഷ്ണുവിന്റെ ഐശ്വര്യ ദേവതയായ ലക്ഷ്മിയോട് ചേർന്നതുകൊണ്ട് കാന്തയാത്രാഹിന, കാന്തയോട് ചേർന്നതുകൊണ്ട് നഹത്രാഹി, ഞങ്ങളെ രക്ഷിക്കൂ. ത്വാം ഹൃദേ അധീശ, എല്ലാറ്റിനും ഈശനായിരിക്കുന്നവനെ, അങ്ങയെ കൂടാതെ
ത്വാം മൃതേ ന അംഗൈഹി മഖഃ ശോഭത്തെ. അവയവങ്ങളോടെ ഈ യജ്ഞം ശോഭിക്കില്ല. ന അംഗൈഹി, അംഗങ്ങൾ യജ്ഞത്തിന്റെ ഘടകങ്ങൾ, അവയവങ്ങൾ, അത് ഓരോന്നും ന ശോഭത്തെ, ശോഭിക്കില്ല. ത്വാം ഋതേ, അങ്ങേ കൂടാതെ. ശീർഷഹീന കബന്ധോ യഥാപുരുഷ, ശിരസില്ലാത്ത കബന്ധം മാത്രമുള്ള പുരുഷനെ പോലെ മറ്റെന്ത് അവയവം ഉണ്ടെങ്കിലും ഇത് ശോഭിക്കില്ല. ശിരസില്ലാത്ത കൈകാൽ മുതലായ അവയവങ്ങളെ കൊണ്ട് ശരീരം ശോഭിക്കാത്തതുപോലെ ഇന്ദ്രവഴിയുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ യാഗത്തിന് ശോഭയുണ്ടാവില്ല. ശിരസില്ലാത്ത ഒരു ശരീരത്തിന് എന്ത് ശോഭയുള്ളത്? ഇതിനു മുമ്പേ തന്നെ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിലും എങ്കിൽ ഈ വിധമുള്ള വിഘ്നം വരില്ലായിരുന്നു. ഇപ്പോഴങ്ങ് പ്രത്യക്ഷനായി ദോഷമെല്ലാം തീർത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്വാഗതം ദേ പ്രസീദേശാം തുഭ്യം നമ ശ്രീനിവാസശ്രിയാ കാന്തയാത്രാഹിന ത്വാമൃതേ ധീശനാംഗേർമഖശോഭതേ ശീർഷഹീന കബന്ധോ യഥാപൂരുഷാം. തേ സ്വാഗതം. ഈശ പ്രസീദ തുഭ്യം നമ ശ്രീനിവാസ കാന്തയാ ശ്രിയാ ത്രാഹി അധീശ ശീർഷഹീന കബന്ധ പുരുഷ യഥാ ത്വാം ഹൃദേ അംഗൈഹി മഖാ ന ശോഭതേ. സ്വാഗതം തേ പ്രസീദേ സാധുഭ്യം നമ ശ്രീനിവാസ ശ്രിയാ കാന്തയാ ത്രാഹിന ത്വാമൃതേധീശനാംഗേർമഖശോഭതേ ശീർഷഹീന കബന്ധോ യഥാ പൂരുഷാം. സ്വാഗതം തേ പ്രസീദേ സതുഭ്യം നമ ശ്രീനിവാസ ശ്രിയാ കാന്തയാ ത്രാഹിന ത്വാമൃതേധീശനാംഗേർമഖശോഭതേ ശീർഷഹീന കബന്ധോ യഥാ പൂരുഷാം. ലോകപാലാവുച്ചത്, ലോകപാലന്മാർ, ഇന്ദ്രാദികളായ ലോകപാലന്മാർ. ദൃഷ്ടകിംനോദൃഗ്ഗ്രഹൈസ്ത്വം പ്രത്യക് ദൃഷ്ടാദിശ്യത്തെ ഏന ദൃശ്യം മായാഹ്യേഷാ ഭവതീയാ ഹി ഭൂമൻ യസ്ത്വം ഷഷ്ഠ പഞ്ചകർമാഭിഭൂതൈ. ദൃഷ്ടഃ കിം, കാണപ്പെട്ടിരിക്കുന്നുവോ, ദൃഗ്ഭിഹി കണ്ണുകളെ കൊണ്ട്, അഫദ്ഗ്രഹൈ ആഫത്തുകളെ കാണുന്ന കണ്ണുകൊണ്ട് അങ്ങ് ദൃഷ്ടക്കിം കാണപ്പെട്ടിരിക്കുന്നുവല്ലോ. ഈ കണ്ണ് അവയുടെ രൂപാദികളായ വിഷയങ്ങളെ, ചിലപ്പോൾ ജഡമാകാം, ദുഷ്ടമാകാം, ചീത്തയാകാം, മലിനമാകാം, അമേധ്യമാകാം, അങ്ങനെയൊക്കെ കാണപ്പെടുന്ന അതേ കണ്ണുകൊണ്ട് തന്നെയാണ് അങ്ങയും കാണുന്നത്. അല്ല, വേറെ കണ്ണില്ലല്ലോ. ദൃഷ്ടക്കിന്നോ ദൃഗ്ഭിരഫദ്ഗ്രഹീസ്ത്വം പ്രത്യക് ദ്രഷ്ടാദൃശ്യത്തെ ഏന ദൃശ്യം. പ്രത്യക് ദ്രഷ്ടാവായ ഓരോ ആത്മാവിനും സ്ഥിതി ചെയ്തുകൊണ്ട്, പ്രത്യക് ഓരോന്നിലും ആത്മാവിലും സ്ഥിതനായിട്ട് ദ്രഷ്ടാവായിരിക്കുന്ന അങ്ങ് പ്രത്യക് ദൃഷ്ടാദൃശ്യത്തെ ഏന ദൃശ്യം. യാതൊന്നുകൊണ്ടാണോ ദൃശ്യമായതിനെ ദൃശ്യത, കാണപ്പെടേണ്ടതിനെ കാണുന്നത്. മായാഹ്യേഷ ഭവതീയാഹിപ്പോ, ഈ മായ അങ്ങയുടെ തന്നെയാണ്. യസ്ത്വം പഞ്ചഭിഃ ഭൂതൈഃ
ഹാഫ് അങ്ങ് പഞ്ചഭൂതങ്ങളാൽ ആറാമത്തവനെന്നോ എന്ന് തോന്നുമാർ ഹാഫി ശോഭൻ. പഞ്ചഭൂതങ്ങൾ ആരെ ആശ്രയിച്ച് നിൽക്കുന്നുവോ അത് ആറാമനാണ് അങ്ങ്. പഞ്ചഭൂതങ്ങളോടൊപ്പം ആറാമനായി അങ്ങ് തന്നെ ശോഭിക്കുന്നു. അങ്ങ് പ്രസാദിച്ചെങ്കിൽ മാത്രമേ ഈ യാഗത്തിന് ശോഭയുണ്ടാവുള്ളൂ, ഭംഗിയുണ്ടാവുള്ളൂ. സ്വാഗതം തേ പ്രസീത ഈശതുഭ്യം നമഃ. അതിനുവേണ്ടി ഞങ്ങൾ അങ്ങയെ നമസ്കരിക്കാം. ശ്രീനിവാസശ്രിയാ കാന്തയാ ത്രാഹിന. ശ്രീനിവാസന്റെ കാന്തയുടെ ശ്രീ കൊണ്ട് ഞങ്ങളെ രക്ഷിക്കൂ. ലക്ഷ്മീദേവിയുടെ ഐശ്വര്യം കൊണ്ട് ഞങ്ങളെ രക്ഷിക്കൂ. അങ്ങേ കൂടാതെ അംഗങ്ങളെ കൊണ്ട് യജ്ഞം ശോഭിക്കില്ല. അത് ശിരസില്ലാത്ത കബന്ധം പോലെ ആയിത്തീരും ആ ഒരു കാഴ്ച. അങ്ങില്ലാത്ത യജ്ഞം ശിരസില്ലാത്ത കബന്ധം പോലെയാകും. കാണാൻ ഭംഗിയുണ്ടാവില്ല, പ്രവർത്തനക്ഷമവുമല്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സ്വാഗതം തേ പ്രസീദേശാതുഭ്യം നമഃ. ശ്രീനിവാസ ശ്രിയാകാന്തയാ ത്രാഹിന ത്വാമതേധീശനാംഗേ മഖശോഭതേ ശീർഷഹീന കബന്ധോ യഥാ പൂരുഹ. തേ സ്വാഗതം ഹേ ഈശ പ്രസീദ തേ തുഭ്യം നമഃ. ശ്രീനിവാസ ശ്രിയാകാന്തയാ ത്രാഹി. ആഹേ അധീശ അംഗൈഃ മഖഃ ത്വാം ഹൃദേ ന ശോഭതേ യഥാ ശീർഷഹീന കബന്ധ പുരുഷഃ ഇവ. സ്വാഗതം തേ പ്രസീദേശാതുഭ്യം നമഃ. ശ്രീനിവാസ ശ്രിയാ കാന്തയാ ത്രാഹിന ത്വാമതേധീശനാംഗേ മഖശോഭതേ ശീർഷഹീന കബന്ധോ യഥാ പൂരുഷ. സ്വാഗതം തേ പ്രസീദേശതുഭ്യം നമഃ. ശ്രീനിവാസ ശ്രിയാ കാന്തയാ ത്രാഹിന ത്വാമതേധീശനാംഗേ മഖശോഭതേ ശീർഷഹീന കബന്ധോ യഥാ പൂരുഷ. ലോകപാലാഃ ഊചുഃ. ദൃഷ്ടഃ नो ദൃഗ്ഭിരസദ്ഗൃഹൈസ്ത്വം പ്രത്യഗ്ദ്രഷ്ടാ ദൃശ്യത്തെ ഏന ദൃശ്യം മായാഹ്യേഷാ ഭവതീയാ ഹി ഭൂമൻ യസ്ത്വം ഷഷ്ടഃ പഞ്ചഭിർമാഫി ഭൂതൈഃ. ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ കൂടി സഞ്ചരിക്കുന്നവനായ അങ്ങയുടെ അനുഗ്രഹം കൊണ്ടാണ് ഈ കണ്ണുകൾ രൂപങ്ങളെ കാണാൻ പറ്റുന്നത്. അങ്ങയുടെ പ്രചോദനമില്ലെങ്കിൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റാതാകും. ഇന്ദ്രിയങ്ങൾക്ക് ദൃശ്യമായ വസ്തുക്കൾ അറിയുക എന്നുള്ളത് വാക്കു മാത്രമല്ല, അങ്ങയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. ഇന്ദ്രിയങ്ങൾ ജഡങ്ങളാണ്. അവയെ ജീവനുമായി ബന്ധിപ്പിച്ചെങ്കിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് മരിച്ചു കിടക്കുന്ന ഒരാൾക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾ ഇപ്പോൾ ഈ കണ്ണുകൊണ്ട് അങ്ങയെ നേരിട്ട് കാണുന്നല്ലോ. അത് ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങ് നൽകിയ കാരുണ്യം കൊണ്ടാണ്. ദൃഷ്ടക്കും നോ ദൃഷ്ടി അസദ്ഗ്രഹിച്ചോ. അസദ്ഗ്രഹങ്ങളായ കണ്ണുകൊണ്ട് ഞങ്ങൾ അങ്ങയെ കാണുന്നില്ലേ. പ്രത്യഗ്ദ്രഷ്ടാദൃശ്യതേ ദൃശ്യം. ഓരോ ജീവാത്മാവിലും ഇരുന്നു കൊണ്ട് ഈ ദൃശ്യത്തെ യാതൊരുവനാൽ കാണിക്കപ്പെടുന്നുവോ അത് അങ്ങയുടെ വായു കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട്
5 പഞ്ചഭൂതങ്ങളോടൊപ്പം ആറാമനായിട്ട് അങ്ങും ഈ പ്രപഞ്ചത്തിൽ അങ്ങനെ ശോഭിക്കുന്നു, തിളങ്ങുന്നു. ദൃഷ്ടക്കിന്നോദർഭയഫദ്ഗ്രഹൈസ്ത്വം പ്രത്യദ്രഷ്ടാദൃശ്യതേ ഏന ദൃശ്യം മായാഹ്യേഷാ ഭവതീയാ ഹി ഭൂമൻ യസ്ത്വം ഷഷ്ട പഞ്ചഭർഭാഭിഭൂതൈ. ഏന ദൃശ്യം ദൃശ്യതേ പ്രത്യഗ്ദ്രഷ്ടാ ത്വം അഫദ്ഗ്രഹൈഃ ദൃക്ഭിഃ കിം ദൃഷ്ടഃ ഭൂമൻ യഃ ത്വം ഷഷ്ടഃ പഞ്ചഭിഃ ഭൂതൈഃ ഭാസി. ദൃഷ്ടക്കിന്നോദർഭയഫദ്ഗ്രഹൈസ്ത്വം പ്രത്യഗ്ദ്രഷ്ടാദൃശ്യതേ ഏന ദൃശ്യം മായാഹ്യേഷാ ഭവതീയാ ഹി ഭൂമൻ യസ്ത്വം ഷഷ്ട പഞ്ചഭർമാഭിഭൂതൈ. ദൃഷ്ടക്കിന്നോദർഭിരഫദ്ഗ്രഹൈസ്ത്വം പ്രത്യഗ്ദ്രഷ്ടാദൃശ്യതേ ഏന ദൃശ്യം മായാഹ്യേഷാ ഭവതീയാ ഹി ഭൂമൻ യസ്ത്വം ഷഷ്ട പഞ്ചഭർമാഭിഭൂതൈ. യോഗേശ്വരാഹ ഉജു. യോഗേശ്വരന്മാർ പറഞ്ഞു, പ്രേയന്നതേന്യോസ്ത്യമൂതസ്ത്വയി പ്രഭോ വിശ്വാത്മനി ഈക്ഷേണ പൃഥഗ്യ ആത്മനാ അഥാവിഭക്തിയേശ തയോപധാവതാം അനന്യവർത്താനുഗൃഹാണ വത്സലാം. പ്രേയാത് ന തേ അന്യോ അസ്തി അമുതഃ ത്വയി പ്രഭോ. ഹേ പ്രഭോ, വിശ്വാത്മനി ഈക്ഷേണ പൃഥക് യഃ ആത്മന. അങ്ങ് യാതൊരുവനാണോ അങ്ങ് പ്രേയാത് തേ അന്യോ, ഇവരെക്കാൾ പ്രിയൻ, പ്രേയാത് ഇഷ്ടപ്പെട്ടതിനേക്കാൾ പ്രിയനായി തേ അങ്ങേക്ക് അന്യോ ന അസ്തി മറ്റൊന്നില്ല തന്നെ. ഇവരെക്കാൾ പ്രിയനായ അങ്ങയ്ക്ക് മറ്റൊന്നില്ല. എങ്കിലും വിശ്വാത്മനി ഈക്ഷേണ പൃഥഗ്യ ആത്മന, വിശ്വാത്മാവിൽ പ്രപഞ്ചം മുഴുവൻ ആത്മസ്വരൂപം നിറഞ്ഞിരിക്കുന്ന ഈ വിശ്വാത്മാവിൽ അങ്ങയിൽ വിശ്വാത്മനി ത്വയി പൃഥഗ് യ ആത്മന ന ഈക്ഷേത, പ്രത്യേകം പ്രത്യേകമായി വേറിട്ട് വേറിട്ട് ആത്മാവിനെ ന ഈക്ഷേത കാണുന്നില്ലയോ. അഥാപി ഭക്തിയേശ തയാ ഉപധാവതാം അനന്യവൃത്യ അനുഗൃഹാണ വത്സല. പ്രേയന്നതേന്യോ അസ്തി അമുതഃ ത്വയി. അമുതഃ ഇതിനേക്കാൾ പ്രേയാത് പ്രേയനായിട്ട് തേ അന്യോ നഹ അങ്ങല്ലാതെ മറ്റാരുമില്ല. വിശ്വാത്മാവായ അങ്ങയിൽ ആത്മാവിൽ നിന്ന് വേറിട്ട ഒന്നും ഉണ്ടാവില്ല. പൃഥക് യഹ ആത്മനഃ ന ഈക്ഷേത്, വിശ്വാത്മനി ഈക്ഷേത് ന, പ്രപഞ്ചം അല്ലാതെ വേറിട്ട് ഒന്നും കാണാൻ പറ്റില്ല. അതിനേക്കാൾ പ്രിയപ്പെട്ടവനായ ഒന്നും ഇല്ല തന്നെ. അഥാപി എന്നാലും ഭക്തിയ ഈശ തയാ ഉപധാവതാം, ഭക്തിയോടുകൂടി ആ ഭക്തി കൊണ്ട് ഉപധാവതാം ഭജിക്കുന്നവരെ
അനന്യവൃത്യ അനുഗ്രഹാണ. അനന്യമായ വൃത്തിയോടുകൂടി മറ്റൊരു വൃത്തിയും ഇല്ലാത്തവനായിട്ട്, മറ്റു പ്രവൃത്തിയും ഇല്ലാത്തവനായിട്ട് കേവലമായ ഭക്തി കൊണ്ട് മാത്രം ഭജിക്കുന്നവരെ അനുഗ്രഹിക്കണമേ എന്നൊരു പ്രാർത്ഥനയാണ് യോഗീശ്വരനാഥ് പ്രാർത്ഥിച്ചത്. അങ്ങയിൽ നിന്നും അന്യമായി മറ്റൊന്നും ഈ പ്രപഞ്ചത്തിലില്ല. എല്ലാറ്റിലും അങ്ങ് മാത്രമാണ് ഉള്ളത്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനേക്കാളും പ്രിയം അങ്ങയ്ക്ക് മറ്റാരെയുമില്ല, അങ്ങയെ മാത്രമാണ്. അങ്ങനെയുള്ള അങ്ങ് മറ്റൊന്നും ആഗ്രഹിക്കാതെ പരമപ്രേമലക്ഷണമായ ഭക്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളെ വാത്സല്യപൂർവ്വം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥനയാണ്. ഭക്തന്മാരായ ഞങ്ങളെ അങ്ങയോട് ചേർത്ത് അനുഗ്രഹിക്കണമേ. പ്രേയന്നതെന്യോസ്ത്യമൃതസ്ത്വയി പ്രഭോ പ്രേയാത് ന തേ അന്യോ അസ്തി അമുതഃ ത്വയി. പ്രേയന്നതെന്യോസ്ത്യമൃതസ്ത്വയി പ്രഭോ വിശ്വാത്മനീക്ഷേന്ന പൃഥക്ഭ്യ ആത്മനാ അഥാപി ഭക്തിയേശ തയോപധാവതാം അനന്യവൃത്യാ അനുഗൃഹാണ വത്സലാം. ഹേ പ്രഭോ, യഹ വിശ്വാത്മനി ത്വയി ആത്മനഃ പൃഥക് ന ഈക്ഷേത തേഭ്യഃ അമൃതഃ പ്രേയ നാസ്തി അഥാപി ഈശ വത്സല അനന്യവൃത്യാ തയാ ഭക്തിയാ ഉപധാവതാം അനുഗ്രഹാണ. പ്രേയന്നതെന്യോസ്തമുദസ്ത്വയി പ്രഭോ വിശ്വാത്മനീക്ഷെന്ന പൃഥഗ്യ ആത്മനാം അതാഭിഭക്തിയേശ തയോപധാവതാം അനന്യവൃത്യാനുഗൃഹാണ വത്സലാം. പ്രേയന്നതെന്യോമുദസ്ത്വയി പ്രഭോ വിശ്വാത്മനീക്ഷെന്ന പൃഥഗ്യ ആത്മനാം അഥാഭിഭക്തിയേശ തയോപധാവതാം അനന്യവൃത്യാനുഗൃഹാണ വത്സലാം. ജഗദുദ്ഭവസ്ഥിതിലയേഷു ദൈവതോ ബഹുഭിദ്യമാനഗുണയാത്മമായയാം രുചിരാത്മഭേദമതേ സ്വസംസ്ഥയാ വിനിവൃത്തിത ഭ്രമഗുണാത്മനെ നമാം. ജഗത് ഉദ്ഭവസ്ഥിതിലയേഷു, പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങളിൽ ദൈവതഃ ദൈവതമായിരിക്കുന്ന ബഹുഭിദ്യമാന ഗുണയ ആത്മമായ പലതായിട്ട് ഭേദിക്കപ്പെടുന്ന ബഹുഭിദ്യമാന ഗുണയ ഗുണത്തോടു കൂടിയ ആത്മമായ തൻ്റെ മായ കൊണ്ട് രചിത ആത്മഭേദമതയെ ഉണ്ടാക്കപ്പെട്ട ആത്മഭേദമെന്ന മതിയാൽ സ്വസംസ്ഥയാ തൻ്റെ തന്നെ ഇരിപ്പിടത്തെ വിനിവർത്തിത ഭ്രമഗുണാത്മനെ വിനിവർത്തിതമായ മാറ്റപ്പെടുന്ന ഭ്രമത്തോടും ഗുണത്തോടും ആത്മാവോടും കൂടിയിരിക്കുന്നവനായ അങ്ങയുടെ നമസ്കാരം. ഇതെല്ലാം അങ്ങയുടെ വിശേഷണമാണ്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് ഈശനാണ് അങ്ങ്. സത്വം, രജസ്, തമസ് എന്ന 3 ഗുണങ്ങൾ കൊണ്ടാണ് ഈ മായ ലോകത്തെ സൃഷ്ടിക്കാൻ ബ്രഹ്മാവിനെയും രക്ഷിക്കാൻ വിഷ്ണുവിനെയും സംഹരിക്കാൻ ശിവനെയും പ്രേരിപ്പിക്കുന്നത് ഈ മായയാണ്. അത് ത്രിഗുണങ്ങൾ കൊണ്ടാണ് ഈ മായ അതിന് പ്രേരിപ്പിക്കുന്നത്. ഇതിൻ്റെ കാരണം എന്താന്ന് പറയാൻ പറ്റില്ല. മായ എന്നുള്ളത് അദൃഷ്ടമായ ഒരു ശക്തിയാണ്. അത് തന്നെയാണ് ഇതിന് കാരണം എന്ന് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ 3 പേരും ഈ മായയെ ആശ്രയിച്ച് കഴിയുന്നവരാണ്. അതുകൊണ്ട് ബ്രഹ്മാദികളായ ദേവന്മാർ ഒന്നല്ല, വെവ്വേറെയാണ്.
അവരുടെ മഹിമ ഒരുപോലെയല്ല, ഭേദമുണ്ട് എന്നിങ്ങനെ ജീവാത്മാക്കൾക്ക് ഉണ്ടാക്കി തീർക്കുന്ന ബഹുരൂപനായ അങ്ങേക്ക് നമസ്കാരം. ഏകനാണെന്ന്, പക്ഷെ 3 കർമ്മം കൊണ്ട് 3ആയിട്ട് ജനങ്ങൾക്ക് തോന്നിക്കുക. 10 രജസ് തമസുകളെ കൊണ്ട് 3ആയിട്ട് തോന്നിക്കുന്ന അങ്ങേക്ക് ഇതാ ഞങ്ങൾ നമസ്കരിക്കുന്നു. അങ്ങയുടെ സേവ കൊണ്ട് മാത്രമേ ഈ മായയെ തരണം ചെയ്ത് യഥാർത്ഥമായ വസ്തുബോധവും തിരിച്ചറിവ് ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഭേദഭാവന ഉണ്ടാവില്ല, എല്ലാവരെയും ഒരുപോലെ കാണാൻ പറ്റും, അങ്ങക്ക് എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കാൻ പറ്റും. ഭേദത്തിന് കാരണമായിരിക്കുന്ന ആ മായ അങ്ങയുടെ ഇച്ഛയുടെ സ്വരൂപമാണ്. അതുകൊണ്ട് ആരാണോ മായയെ ആഗ്രഹിക്കുന്നത് അവർക്ക് ഈ യഥാർത്ഥമായ വസ്തുസ്വരൂപത്തെ അറിയാൻ പറ്റില്ല. ജഗദുദ്ഭവസ്ഥിതിലയേഷു ദൈവതോ ബഹുഭിദ്യമാന ഗുണയ ആത്മമായയാം രചിത ആത്മഭേദമതേ സ്വസംസ്ഥയാം വിനിവർത്തിത ഭ്രമഗുണത്തനേ നമാം. ബഹുഭിദ്യമാന ഗുണയ ആത്മമായ ജഗദുദ്ഭവസ്ഥിതിലേഷു ദൈവതഃ രചിതാത്മഭേദമതേ നാമ സ്വസംസ്ഥയാ വിനിവർത്തിത ഭ്രമഗുണാത്മനെ ഗുണാത്മനെ തേ നമഃ. ജഗദുദ്ഭവസ്ഥിതിലയേഷു ദൈവതോ ബഹുഭിദ്യമാന ഗുണയാത്മമായ രചിതാത്മഭേദമതേ സ്വസംസ്ഥയാം വിനിവർത്തിത ഭ്രമഗുണാത്മനെ നമാം. ബഹുഭിദ്യമാന ഗുണയ ആത്മമായ ജഗത് ഉദ്ഭവസ്ഥിതിലയേഷു ദൈവതഃ രുചിതാത്മഭേദമതേ നമഃ സ്വസംസ്ഥയാ വിനിവർത്തിത ഭ്രമഗുണാത്മനെ തേ നമഃ. ജഗദുദ്ഭവസ്ഥിതിലയേഷു ദൈവതോ ബഹുഭിദ്യമാന ഗുണയാത്മമായ രചിതാത്മഭേദമതേ സ്വസംസ്ഥയാം വിനിവർത്തിത ഭ്രമഗുണാത്മനെ നമാം. ജഗദുദ്ഭവസ്ഥിതിലയേഷു ദൈവതോ ബഹുഭിദ്യമാന ഗുണയാത്മമായ രചിതാത്മഭേദമതേ സ്വസംസ്ഥയാം വിനിവർത്തിത ഭ്രമഗുണാത്മനെ നമാം. ബ്രഹ്മോവാച. ബ്രഹ്മ നമസ്തേ സത്വായാം ധർമാദീനാം ച ഭൂതയേ നിർഗുണായ ച യത് കാഷ്ഠാം അഹം വേദാപരോപിജാം. നമസ്തേ ശ്രുതസത്വായ, ശ്രുതം ആശ്രയിച്ച, സത്വം സത്വഗുണം, സത്വഗുണത്തെ ആശ്രയിച്ചവനായ അങ്ങേക്ക് നമസ്കാരം. ധർമാദീനാം ച ഭൂതയേ, ധർമാദികളെ കറന്നു തരാൻ കാരണസ്വരൂപനായ അങ്ങേക്ക് നമസ്കാരം. നിർഗുണായ ച, 3 ഗുണങ്ങളും അങ്ങേ ബാധിക്കത്തില്ല, അങ്ങനെ ഉണ്ടായതാണ്, പക്ഷെ അങ്ങേ ബാധിക്കത്തില്ല. അതുകൊണ്ട് അങ്ങ് നിർഗുണനാണ്. അങ്ങനെയുള്ള അങ്ങേക്ക് യത് കാഷ്ഠാം, യാതൊരുവന്റെ കാഷ്ഠ ഉന്നതമായ തത്വം, അവസ്ഥ, ഇരിപ്പിടം, ആ കാഷ്ഠയെ നാഹം വേദ അപരോപിച്ച, ആ പരമമായ തത്വത്തെ അഹം നവേദ, ഞാൻ അറിയുന്നില്ല, അപരാഹാപി നവേദ, പിന്നെ മറ്റുള്ളവർ അറിയുന്നില്ല. അതുകൊണ്ട് അങ്ങയുടെ ആത്മതത്വ സ്വരൂപം ആർക്കും അറിവില്ലാത്തതാണ്. നമസ്തേ സതസത്വായ മാദീനം ച ഭൂതേ നിർഗുണായ ച യത് കാഷ്ഠാം നാഹം വേദാപരോപിജാം. ശ്രുതസത്വായ ധർമാദീനാം ഭൂതേ നിർഗുണായ തേ നമഃ യത് കാഷ്ഠാം അഹം ന വേദ അപരഃ അപി ന വേദ. നമസ്തേ ശ്രുതസത്വായ മാദീനം ച ഭൂതേ
നിർഗുണായ യത്കാഷ്ഠം നാഹം വേദാപരോപിജാം നമസ്തേ സഫത്വായാം ധർമാദീനാം ച ഭൂതേ നിർഗുണായ യത്കാഷ്ഠാം നാഹം വേദാപരോപിജാം നമസ്തേ സഫത്വായാം ധർമാദീനാം ച ഭൂതേ നിർഗുണായ യത്കാഷ്ഠാം നാഹം വേദാപരോപിജാം. അഗ്നിരുവാച, അർത്ഥ അഗ്നിയാണ്. യത്തേജസാഹം സ്വമിത്തതേജാഹം ഹവ്യം മഹേ സധ്വര ആജ്യഫിക്തം തം യജ്ഞം പഞ്ചവിധം ച പഞ്ചഭിസ്പൃഷ്ടം യജുർഭി പ്രണതോസ്മി യജ്ഞം. യത് തേജസ, യാതൊരുവന്റെ തേജസ് കൊണ്ട്, അഹം ഞാൻ, സുസമിത്ത തേജാഹ, ഏറ്റവും ജ്വലിച്ച തേജസ്സോടു കൂടിയവനായിത്തീർന്നു. അഗ്നി പറയുകയാണ്, ഭഗവാന്റെ തേജസ് കൊണ്ടാണ് എനിക്ക് പ്രകാശം കിട്ടുന്നത്, താപനശക്തി കിട്ടുന്നത്. തേജസാഹം സുസമിത്ത തേജാഹ ഹവ്യം മഹേ, ഹവിസ് വഹിച്ചു കൊണ്ടുപോകുന്നതിൽ, സു അധ്വര ആജ്യഫിക്തം, സു അധ്വരം ശ്രേഷ്ഠമായ യജ്ഞം, അതിലെ ആജ്യഫിക്തം നെയ് കൊണ്ട് നനവാർന്നിരിക്കുന്ന ഹവ്യം, ഹവിസിനെ വഹേ ഞാൻ വഹിച്ചുകൊണ്ടു. ഹവ്യം വഹേ തധ്വര ആജ്യഫിക്തം ഹവ്യം വഹേ തം യജ്ഞീയം പഞ്ചവിധം ച പഞ്ചഭി, 5 യജുർമന്ത്രത്താൽ പഞ്ചഭിഹി, പഞ്ചവിധം 5 വിധത്തിലുള്ള യജ്ഞസ്വരൂപനായ ദേവനെ ഞാൻ നമസ്കരിക്കുന്നു. സ്വിഷ്ടം യജുർഭിഹി, ശോഭനമായി യജിക്കുന്നതാണ് സ്വിഷ്ടം. സു ഇഷ്ടം സ്വിഷ്ടം, അത് 5 വിധത്തിലായ ആ യജ്ഞസ്വരൂപനായ ദേവനെ ഞാനിതാ നമസ്കരിക്കുന്നു. യത്തേജസാഹം സുസമിത്ത തേജാം ഹവ്യം മഹേ സ്വധ്വര ആജ്യഫിക്തം തം യജ്ഞീയം പഞ്ചവിധം ച പഞ്ചഭി സ്വിഷ്ടം യജുർഭി പ്രണതോസ്മി യജ്ഞം. യത് തേജസാം സുസമിത്ത തേജാഹ അഹം സ്വധ്വരേ ആജ്യഫിക്തം ഹവ്യം വഹേ യജ്ഞം പഞ്ചഭിഃ സ്വിഷ്ടം പഞ്ചവിധം തം പ്രണതഃ അസ്തി. യത്തേജസാഹം സുസമിത്ത തേജാ ഹവ്യം മഹേ സ്വധ്വര ആജ്യഫിക്തം തം യജ്ഞീയം പഞ്ചവിധം ച പഞ്ചഭിഃ സ്വിഷ്ടം യജുർഭി പ്രണതോസ്മി യജ്ഞം. യത്തേജസാഹം സുസമിത്ത തേജാഹം ഹവ്യം മഹേ സ്വധ്വര ആജ്യഫിക്തം തം യജ്ഞീയം പഞ്ചവിധം ച പഞ്ചഭിഃ സ്വിഷ്ടം യജുർഭി പ്രണതോസ്മി യജ്ഞം. എന്നിങ്ങനെ ഈ അധ്യായം തീരുന്നവരെ ഓരോരുത്തരുടെ സ്തുതികളാണ്. വിദ്യാധരന്മാർ, ഗന്ധർവന്മാർ, ബ്രാഹ്മണർ എന്നിങ്ങനെ. അതോടുകൂടി ഈ അധ്യായം ഇവിടെ ഉപസംഹരിക്കുകയും ചെയ്യും. നമ്മുടെ സമയം അതിക്രമിച്ചതുകൊണ്ട് നമുക്ക് 42ാമത്തെ ശ്ലോകം മുതൽ അടുത്ത ദിവസം എടുക്കാം. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഉപസംഹരിക്കാം. ആർക്കും സംശയമൊന്നുമില്ലാഞ്ഞാൽ നമുക്ക് ഉപസംഹരിക്കാം. അടുത്ത ആഴ്ച കാണാം. സ്വസ്തിയസ്തു. ശുഭരാത്രി.